നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ടി വി ചാനൽ, വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം നമുക്ക് പുറത്തറിയാവുന്നതിനേക്കാൾ വലുതാണ്. ഞാൻ ഇന്നിത് ചിത്രീകരിക്കാൻ വരുമ്പോൾ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞൊരു എന്താ പറയുക അധമൻ ജയിൽ ചാടിയല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചാനൽ, പേരെന്തിനാ പറഞ്ഞത്, ഒരു ചാനൽ അവനൊരു കിണറ്റി ചാടിയപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ അവർക്ക് മാത്രമാണ് കിട്ടിയത്. എക്സ്ക്ലൂസീവായി അവരത് പുറത്തു വിട്ടു. പക്ഷേ അവരുടെ വാട്ടർമാർക്ക് അടിക്കുന്നതിന് മുമ്പേ വേറൊരു പുതിയ ചാനൽ ആ വിഷ്വലിൻ്റെ കുറേ കക്കിയെടുത്ത് അവരുടെ കയ്യിലിട്ടു. ഞാൻ നോക്കുമ്പോൾ കുറേ നേരം ആ ചാനൽ ഞങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവായി കിട്ടിയ വിഷ്വലാണ്, അതിനെയാണ് മറ്റേ ചാനൽ ഇട്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നു. രണ്ടിനും കൈ കൊടുക്കണമെന്ന് ഞാൻ പറയും. കാരണം ഗോവിന്ദസ്വാമി കിണറ്റി ചാടിയപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പോയ ആ ചാനലിൻ്റെ ക്യാമറാമാനെയും റിപ്പോർട്ടറെയും സമ്മതിക്കണം. അവരിട്ട് ചൂടാറുന്നതിന് മുമ്പ് ചുരണ്ടിയ മറ്റേ ചാനലിനെ അഭിനന്ദിക്കണമെന്ന് ഞാൻ പറയും. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരു കൈയില്ലല്ലോ, അപ്പോൾ ഒരു കൈ വെച്ച അവനെ കയറിൽ കുരുക്കി പോലീസുകാർ വലിച്ച് കയറ്റുകയാണ് കിണറ്റിൽ നിന്ന് ഇങ്ങനെ മേളത്താറായപ്പോൾ ഒരു പോലീസുകാർ അവൻ്റെ തലമുടി കുത്തിപ്പിടിച്ചു. കുടിച്ചിങ്ങനെ വലിച്ച് കയറ്റുന്നതിനിടയിൽ ഒരു ചുവന്ന ഷർട്ട് ഇട്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ചെകിട്ടത്ത് ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു. അടിയല്ല, അവന് ഒറ്റ ഇടിയാണ് കൊടുക്കേണ്ടത്. ചെയ്യരുത് പോലീസുകാർക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം പോലീസുകാരന് ഈ ചുവന്ന ഷർട്ട് കാരണം തള്ളി മാറ്റാൻ പറ്റില്ല, കയറി പിടിച്ചിരിക്കുകയല്ലേ. ഇവനെ തള്ളി മാറ്റാനായിട്ട് കൈവിട്ടാൽ ഗോവിന്ദസ്വാമി വീണ്ടും വെള്ളത്തിൽ പോകും. എനിക്കത് ആ ചെറുപ്പക്കാരനോട് ബഹുമാനം തോന്നി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ സീരിയൽ ചെയ്തപ്പോൾ എനിക്കറിയാമത്. ബാർക്കിൻ്റെ റേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ക്ലെമൻ സാറിൻ്റെ ഫോൺ വരരുതേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അത്രയും മത്സരമുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു വാർത്ത നമുക്ക് എത്തിക്കാൻ പറ്റണം, എക്സ്ക്ലൂസീവായി നമുക്ക് എത്തിക്കണം എന്നുള്ള വ്യഗ്രതയിൽ എന്തും ലൈവാക്കുന്ന കാലമാണ്. എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ 16 അടിയന്തരം വരെ OB വാനും കൊണ്ടിട്ട് അവിടുത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഒന്ന് പുറകെ ചിന്തിച്ച് നോക്കൂ. ഈ കുറച്ച് ദിവസങ്ങളിനിടയിൽ നടന്ന ഏത് അപകടമായാലും ശരി, ഏത് മരണമായാലും ശരി, അവിടെ ഒരു OB വാനും കൊണ്ടിട്ടുണ്ട്. 2-3 റിപ്പോർട്ടർമാർ, 4-5 ക്യാമറ ഇങ്ങനെ നിൽക്കുകയാണെന്നേ. 16 അടിയന്തരം വരെ ലൈവ് ചെയ്ത് കളയും. ഞാൻ ആഹാരം കഴിക്കുന്ന ആ 3 നേരം മാത്രമാണ് വാർത്താ ചാനൽ വീട്ടിൽ വയ്ക്കുന്നത്. വാർത്തകൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ, ആ 3 നേരം ഞാൻ വയ്ക്കും. ബാക്കി സമയം മുഴുവൻ ഞാൻ മുകളിലിരുന്ന് എഴുത്തും വായനയും കാര്യങ്ങളുമൊക്കെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ വാർത്ത വയ്ക്കാറില്ല. പഴയ വാർത്താ അവതാരകയായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയൊക്കെ മാനസിക രോഗികളായ ചില ചാനൽ വായനക്കാർ വാചകങ്ങൾ കൊണ്ട് പീഡിപ്പിക്കുന്ന അടക്കം. കറണ്ടടിച്ച് മരിച്ചാലും, സ്ത്രീധന പീഡനത്താൽ കൊല്ലപ്പെട്ടാലും 2-3 ദിവസം ലൈവാണ് അവിടെ. ആ മരണപ്പെട്ട വീട്ടിൽ പോയി നിന്നിട്ട് ചുമ്മാ ലൈവാണ്, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട്. അത് കണ്ടാൽ എനിക്ക് ആഹാരം ഇറങ്ങില്ല. അതിനാൽ ഇപ്പോൾ TV വയ്ക്കാറില്ല, വാർത്ത വയ്ക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, TV യൂട്യൂബിൽ നിന്നുള്ള നസീസാറൊക്കെ പാടി മനോഹരമാക്കിയ ഒരുപാട് വീഡിയോകളുണ്ടല്ലോ, അത് വച്ച് കാണും. പതിവായി കൊലപാതക മരണ ലൈവുകൾ നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക, മനസ്സിനെ ക്രൂവൽറ്റിയാക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പറയാൻ വന്നത് ഇതൊന്നുമല്ല. പക്ഷം പിടിച്ച് വാർത്താ അവതാരകർ ആകുന്ന ഒരാളിനോടും എനിക്ക് ഒരു മതിപ്പും ഇല്ലാത്ത ആളാണ്. കാരണം വാർത്ത വായിക്കുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷേ അവർ അവതാരകർ എന്നുള്ള നിലയ്ക്ക് അവർ റഫറിയുടെ റോളെ എടുക്കാവൂ. പക്ഷേ ഇവിടെ മലയാളത്തിലെ ചാനലിൽ അങ്ങനെയല്ല ചാനലുകൾ ചെയ്യുന്നത്. അത് ഏത് പാർട്ടി ആയാലും അവരത് അവതാരക എന്നുള്ള നിലയ്ക്ക് പ്രദർശിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റഫറി തന്നെ ഗോളടിക്കുന്ന പോലെ ഇരിക്കും ഇപ്പോൾ ഈ വാർത്തകൾ വായിക്കുന്നവരെ കണ്ടാൽ. ഇവിടെ രാഷ്ട്രീയ പക്ഷമുള്ളവരാണ് വാർത്താ ചാനലിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അവരുടെ ആ അങ്ങനെ പക്ഷം പിടിച്ച് വാചകമടിക്കുന്ന ചില നേരത്ത് ചന്തപ്പിള്ളേരെ പോലെ ഓരിയിടുന്ന 2 അവതാരകരാണ് സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും. നാണം കെട്ട കൂട്ടമെന്ന് ഞാൻ സ്വയം പറഞ്ഞ് ചാനൽ മാറ്റും. എനിക്കെന്തോ ഈ അടി കൂടുന്ന കാണുമ്പോൾ ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെയൊക്കെ മൂക്ക് തുറന്നിരിക്കണമെന്ന് കാണണം. കോൺഗ്രസ്സിന് വേണ്ടി പക്ഷം പിടിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ദേഷ്യം കാണണം. ആ ചാനൽ മുതലാളിയെ വരെ കൊന്നുകളയാനുള്ള ദേഷ്യത്തിലാണ് ഇവരിയ്ക്കുന്നത്. അങ്ങനെയല്ല അവതാരകരിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഈ പറയുന്ന
റിപ്പോർട്ടറിൽ നിന്ന് റിമോട്ട് എടുത്ത് മാറ്റുമ്പോൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ കാണുന്നത് ഷീണ്ട നേരെ ചാനലിൽ ഹാഷ്മി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ടല്ലോ. അയ്യോ അവൻ്റെ അട്ടഹാസമാണ് 24-ൽ. എന്നാൽ അപ്പുറത്തേക്ക് മാറാമെന്ന് പറഞ്ഞ് പേടിച്ച് ഏഷ്യാനെറ്റിലേക്ക് പോയാൽ വിനുവി ജോണിൻ്റെ ഭരണിപ്പാട്ടാണ് അവിടെ. വിനുവി ജോൺ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പിണറായിയെ തള്ളക്കി വിളിക്കുകയാണല്ലോ അയാളുടെ ഒരു പ്രധാന പരിപാടി. ഒരു ഉമ്മൻചാണ്ടി ഭക്തനാണ്. ഭക്തിയായിക്കോട്ടെ, പക്ഷേ കഴിഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ വാർത്തയെ അടിമുടി നശിപ്പിച്ചത് ഈ വിനുവി ജോൺമാരാണെന്ന് ഞാൻ പറയും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. റേറ്റിങ്ങിനായി മാത്രമുള്ള തറക്കളിയല്ല ഇതൊന്നും. ഇതിനൊക്കെ വ്യക്തമായ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 36 വർഷം മുൻപ് വെച്ച കെട്ടിടം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പഴയ കെട്ടിടം, ആരും അകത്ത് കയറരുതെന്നൊക്കെ പറഞ്ഞ് പൂട്ടിയ കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ മരുമോൻ, പൊതുമരാമത്ത് മന്ത്രിയായ മരുമോൻ ഭരിച്ച് കുട്ടിച്ചോറാക്കി എന്ന് പറയുന്ന കാലമാണ്. അയാൾക്ക് യാതൊരു ബന്ധവുമില്ല, 36 വർഷം മുമ്പുള്ള കെട്ടിടമാണ്. എന്നാൽ സഖാവ് VSൻ്റെ മരണം ആസന്നമായി എന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ച 3 മണിക്ക് സൂചന നൽകുന്നിടം മുതൽ ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ സഖാവിനെ അടക്കുന്നിടം വരെ, അല്ലെങ്കിൽ അനുശോചന യോഗം തീരുന്നതുവരെ ഞാൻ എല്ലാ വാർത്താ ചാനലുകളും മാറി മാറി വച്ച് നോക്കി. രാവിലെ മുതൽ ഏതാണ്ട് വെളുപ്പാങ്കാലം 3-3:30 മണി വരെ ഞാൻ കുത്തിയിരുന്നു, ഒരേ ഇരിപ്പിരിക്കുകയായിരുന്നു. ഒരു പരസ്യം പോലും കൊടുക്കാതെ ഏതാണ്ട് 45 മണിക്കൂർ റിപ്പോർട്ടർ ചാനലിൻ്റെ പിടിയിലായിരുന്നു VSൻ്റെ അന്ത്യയാത്ര എന്ന് ഞാൻ പറയും. 45 മണിക്കൂർ 1 രൂപയുടെ പരസ്യം കൊടുക്കാതെ റിപ്പോർട്ടർ ചാനലിൽ കാണിച്ച എന്താ പറയുക, ആ മാന്യത, അല്ലെങ്കിൽ ആ VSനോട് കാണിച്ച ആദരവ് അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇത്രയും പ്രൊഫഷണലിസവും തളരാതെയും മാറി മാറി ഒറ്റ മനസ്സോടെ റിപ്പോർട്ടറിൻ്റെ ക്രൂ ഊർജ്ജസ്വലരായി സഖാവിൻ്റെ അന്ത്യയാത്ര പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. സഖാവ് വെന്റിലേറ്ററിൽ നിന്നും ഇറങ്ങുന്നില്ല എന്നറിഞ്ഞപ്പോൾ റിപ്പോർട്ടർ ഗ്രാഫിക്സ് വർക്കുകളും ഒരു പാട്ടും വരെ, അദ്ദേഹത്തെക്കുറിച്ചൊരു ടൈറ്റിൽ സോങ് വരെ അവർ തയ്യാറാക്കി വച്ചിരിക്കാം. അത് പത്രങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്യുന്നതാണ്. മറ്റാർക്കും എത്താനാകാത്ത വിധം റിപ്പോർട്ടർ കസറി എന്ന് തന്നെ പറയാം. ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവും. 24-ന് പോലും മറ്റ് പ്രധാന വാർത്തകളിലേക്കൊക്കെ പോയപ്പോഴും ക്ഷീണ നേരൊക്കെ വേറെ പ്രധാന വാർത്തകളൊക്കെ വായിക്കാൻ പോയി, ഇതിനെ വിട്ടിട്ട് ഇടയ്ക്ക് പറയാൻ ആണെങ്കിൽ, ആ സമയത്ത് പറയാനാണെങ്കിൽ ഉപരാഷ്ട്രപതി രാജിവെച്ചത്, IMFൽ നിന്ന് ഗീതാ ഗോപി രാജിവെച്ചത്, പടിയിറങ്ങിയത്, വിപഞ്ചിക എന്ന് പറഞ്ഞ ഹതഭാഗ്യയായ പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ റിപ്പോർട്ടർ വഴി മാറിയതേയില്ല. തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ നിന്ന് സഖാവ് VSനെ ഇറക്കുന്നിടം മുതൽ ആ പുന്നപ്ര ചുടുകാട്, വലിയ ചുടുകാടിൽ അദ്ദേഹത്തിന് അടക്കുന്നത് വരെ 1 രൂപയുടെ പരസ്യം കൊടുക്കാതെ, വേറെ ഒരു വാർത്തയും കാണിക്കാതെ അവർ മുന്നേറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഴ നനഞ്ഞ് മൈക്കുകളുമായിട്ട് മഴ നനഞ്ഞുകൊണ്ട് VSനെ കാത്തു നിന്നവരുടെ ബൈറ്റെടുത്തും കൂട്ടായി നിന്ന് ചർച്ച ചെയ്തും റിപ്പോർട്ടറിൻ്റെ OB വാനിനെ VSനെയും വഹിച്ചു വരുന്ന വാഹനത്തിൻ്റെ മുന്നിൽ വിട്ടുമൊക്കെ റിപ്പോർട്ടർ 1ാം സ്ഥാനത്ത് വിലസി എന്ന് ഞാൻ പറയും. ആഡംബരപ്രിയയായ സുജയ അവസരത്തിനൊത്ത് അണിഞ്ഞ വേഷങ്ങളും സ്മൃതിയുമായി ചേർന്ന് നടത്തിയ സംഭാഷണങ്ങളും ഒക്കെ അഭിനന്ദനീയമായിരുന്നു. രണ്ടുപേരും മിതത്വം പാലിച്ചു എന്നുള്ളതാണ്. സന്ദർഭം അറിഞ്ഞ് മിതത്വം പാലിച്ചു സുജയയും സ്മൃതി പരുത്തിക്കാടും എന്ന് പറയാം. കാരണം അവർ ഈ വേഷം കെട്ടലൊന്നും ഇല്ലായിരുന്നു. അതുപോലെ നമ്മളെ മൊട്ടാരുൺ, ഞാൻ എപ്പോഴും വിമർശിക്കുന്ന മൊട്ടാരുൺ VSനെ കുറിച്ച് ഇടതടവില്ലാതെ സംസാരിക്കുന്നത് ഞാൻ ചെവി കോർത്ത് കേട്ടോണ്ടിരുന്നില്ല. ഒപ്പം ഞാൻ പേര് മറന്നുപോയ 2 പേര്, 2-3 പേര് എന്താ പറയുക, ഇവരോടൊപ്പം ചേർന്ന് പുരുഷ കേസരികളായ 2-3 റിപ്പോർട്ടർമാരും കൂടെ ചേർന്നപ്പോൾ സമ്പന്നമായ ലൈവായിരുന്നു റിപ്പോർട്ടർ ചാനൽ നടത്തിയത്. ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുജയയുടെ ആയാലും സ്മൃതി പരുത്തിക്കാടിൻ്റെ ആയാലും ഈ ആണുങ്ങളായ റിപ്പോർട്ടർമാരായാലും എല്ലാവരും വേഷഭൂഷാദികളിലൊക്കെ മിതത്വം പാലിച്ചു എന്നുള്ളതാണ്. നല്ല പ്രൊഫഷണലിസം കാഴ്ചവെച്ച ലൈവ് റിപ്പോർട്ടറിന് മാത്രം സ്വന്തം എന്ന് ഞാൻ പറയും. ഷീണ്ടൻ നായർ ഇതിനിടയ്ക്ക് ഒരു വലിയ നാക്കുപിഴ ആ ലൈവിനിടയിൽ നടത്തി. എന്നിട്ട് നന്നായി ഇത് ചെയ്യാമായിരുന്ന, എന്താ പറയുക, ഇത് ചെയ്യേണ്ടത് അർഹതപ്പെട്ട രീതിയിൽ VSനെ യാത്ര അയക്കേണ്ട ചാനലായിരുന്നു പീപ്പിൾ. പക്ഷേ പീപ്പിളും ഏഷ്യാനെറ്റും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ദൂരദർശൻ്റെ ലെവലിലായിപ്പോയി അവരെന്നാണ്. അവർക്ക് എന്തോ 2 പേർക്കും ഉയരാൻ കഴിഞ്ഞില്ല. പീപ്പിളൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടും
റിപ്പോർട്ടർ ചാനലിനെ ഒരു പ്രത്യേക നമസ്കാരം. ഇത് തന്നെ മാറ്റിവെച്ചു. അത്രയ്ക്ക് സംഭവം ബഹുലമാണ് കഴിഞ്ഞ ആഴ്ച. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖാവ് VS-ൻ്റെ അകാലത്തിലെന്ന് ഞാൻ പറയുന്നില്ല, അനിവാര്യമായ മരണം എന്ന് തന്നെ പറയാം. 102 വയസ്സായില്ലേ, 28 ദിവസം വെന്റിലേറ്ററിൽ കിടന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ച ശൂന്യതയുണ്ടെങ്കിലും സിനിമാ രംഗത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്ന ആഴ്ചയായിരുന്നു കഴിഞ്ഞത്. ഇരുമ്പൊലൊക്കെ ഒഴുങ്ങിയിട്ട് ഈ ചുക്ക് കഷായം കുടിക്കുന്ന ചിലരുണ്ട്. ഒരു ഫലവും ഉണ്ടാവില്ല. ഇരുമ്പൊലൊക്കെയാണ് വിഴുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ചുക്ക് കഷായം കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മ എന്ന സംഘടനയുടെ കെട്ടുറപ്പെല്ലാം പോയി എന്ന് ഞാൻ പറയും. ഇനി അത് തിരിച്ചു പിടിക്കാനാവില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ കൈവിടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ ആഗസ്റ്റ് 15-ന്. മോഹൻലാൽ, മമ്മൂട്ടി, ഗണേഷ് കുമാർ എന്നിവർ കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇടവേള ബാബുവിനോട് ഈ പറഞ്ഞവരിൽ ഒരാൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കരുതെന്ന് ശക്തമായി പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ബാബു നാമനിർദ്ദേശ പത്രിക നൽകിയതുമില്ല. ഇന്ന് അതൊരു യൂട്യൂബ് ചാനൽ നോക്കും വിവരദോഷികൾ എഴുതിയിരിക്കുക. ഒരു വലിയ വാർത്ത മുത്തശ്ശിയുടെ ഓൺലൈനിലാണ്. ഇടവേള ബാബു അമ്മയെ കൈപ്പിടിയിൽ ഒതുക്കുന്നു, ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു പാനൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അടിച്ചു വിടുകയാണ്. ബാബു നാമനിർദ്ദേശ പത്രികയൊന്നും കൊടുത്തില്ല. മാറ്റ മാത്രം ശക്തമായി നിന്നിരുന്ന കാലം ജനറൽ ബോഡിയിൽ ഒരു പൊട്ടൻ പ്രസംഗിച്ചു. എൻ്റെ സഹപ്രവർത്തകൻ ഒരു പൊട്ടൻ, നിങ്ങൾ KG ജോർജും ജോൺ പോളും JC-യും സിബിമലയിലും കമലും SN സ്വാമിയും മാത്രം പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയാൽ മതിയോ? എന്നെപ്പോലുള്ളവർക്ക് ഇനി എന്നാ ഈ സ്ഥാനത്തൊക്കെ ഇരിക്കാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അന്നത്തെ മാക്ടയുടെ ചാവേറായി ഞാൻ മറുപടി പറയാനായിട്ട് എണീറ്റു. ഈ പറഞ്ഞ മഹാൻ ചെയർമാനും ഞാൻ ജനറൽ സെക്രട്ടറി ആയാലും നിയമപ്രകാരം മാക്ട മുന്നോട്ട് പോകും. അച്ചടക്കമുള്ള അംഗങ്ങൾ എന്ന നിലയിൽ ജോഷി സാറും K മധുവും ഫാസിലും സത്യരതിക്കാടുമൊക്കെ വിമത ശബ്ദം ഉയർത്തുകയില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാവശ്യവുമായി സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാൻ KG ജോർജും ജോൺ പോളും മാക്ടയെ പ്രതിനിധീകരിച്ച് പോകുന്നതും ഞാനും നീയും കൂടി പോകുന്നതിനും വ്യത്യാസമുണ്ട്. ആദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് ഞാൻ പ്രസംഗിച്ചു. ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ ആ അധികാരമോഹി വായ തുറന്നില്ല. എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്കും ഇത് ബാധകമാണ് എന്നാണ്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻറ്റ്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഗണേശൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരാതി പറയാൻ അല്ലെങ്കിൽ പരിഭവം പറയാൻ ചെന്നാൽ പിണറായി കാണുന്നതും ഒരു കോലപ്പനും ഒരു ചെല്ലപ്പനും ഒരു ഗോമതിയും കൂടി അമ്മയുടെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് അജഗജാന്തര വ്യത്യാസമുണ്ടാകും എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അമ്മ ഭരിക്കാനുള്ള പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം ഈ വരുന്ന ആഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ലേ എന്നറിയാൻ പോകുന്നത്. അതിലേക്കായി 74 പേർ മത്സരിക്കുന്നു. ആലോചിച്ച് 74 പേര് സ്ഥാനാർത്ഥികളാണ്. 506 പേർക്കാണ് അമ്മയിൽ വോട്ടവകാശമുള്ളത്. 100-ലധികം പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ഒന്നിൽ അനാരോഗ്യമാണ്, അല്ലെങ്കിൽ വിദേശത്താണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഒരു 100 പേരെങ്കിലും അതിൽ വോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയില്ല. അങ്ങേ അറ്റം പോയാൽ ഒരു 385 പേർക്ക് വരാനാവും, വോട്ട് ചെയ്യാനാവും. 385 പേരിൽ 74 പേർ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ 4 പേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ. 300 പേരൊക്കെയാണ് അങ്ങേ അറ്റം പോയാൽ ജനറൽ ബോഡിക്ക് വരാറ്. അപ്പോൾ ആ വരുന്ന 300 പേരിൽ 74 പേര് സ്ഥാനാർത്ഥികളാണ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തവരൊക്കെയാണ് ഇതിൽ മത്സരിക്കുന്ന ഏറിയ പങ്കും. അമ്മയിൽ നിന്ന് പുറത്താക്കേണ്ട നിരവധി സിവിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായവനൊക്കെയാണ് അമ്മ ഭരിക്കാനായി സടകുടഞ്ഞ് എണീറ്റിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പന്തിയിൽ 2 എണ്ണം വിളമ്പുകൊള്ളാൻ പോകും. സ്ത്രീപീഡന പരാതി ഉന്നയിച്ച് സിദ്ദിഖിനെ മാറിയിക്കാൻ പറയാം, മുകേഷിനെ മാറിയിക്കാൻ പറയാം, ഇടവേള ബാബുവിനെ മാറിയിക്കാൻ പറയാം. പക്ഷേ ഇതിൻ്റെ 5 ഇരട്ടി കേസുള്ളവർക്കൊക്കെ സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കാമെന്നുള്ളത് ഏത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി പോലും വരാതിരിക്കാൻ ഒരമ്മയുടെ മോളെ മുന്നിൽ നിർത്തി ഈ പറഞ്ഞ ഒരു വിദ്വാൻ ഒരു കളി കളിക്കുകയും ഈ മോളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നത്ര തറക്കളികളാണ് അമ്മയുടെ
മത്സരത്തിൽ നടക്കുന്നത്. വിജയരാഘവൻ ചെയർമാനായി മത്സരിക്കും, പ്രസിഡൻ്റായി മത്സരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ വിജയരാഘവൻ മത്സരിക്കാതിരിക്കുന്നു. കാരണം പാട്ടും പാടി അദ്ദേഹം ജയിക്കുമെന്ന് കണ്ടപ്പോൾ ഈ അമ്മയിലുള്ള ഒരു അംഗമായ ഒരു പെങ്കൊച്ചിനെ മുന്നിൽ നിർത്തി, എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, ഒരു കളി കളിച്ചു. വിജയരാഘവൻ നിൽക്കുമെങ്കിൽ ഇവളൊരു ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിജയരാഘവനെ പിൻവാങ്ങിപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഉള്ളതോ കള്ളതോ എനിക്ക് വ്യക്തതയില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും പോലും ഇങ്ങനെ ഭീഷണി പ്രയോഗം നടത്തുന്നതിനൊക്കെയാണ് അമ്മയുടെ ഭരണം പിടിച്ചെടുക്കാൻ നടക്കുന്നത് എന്നത് അംഗങ്ങൾ അറിഞ്ഞാൽ നല്ലത്. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം. നാളെ വേണമെങ്കിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയും ഒക്കെ ഇതുപോലെ വരട്ടാൻ ത്രാണിയുള്ള ഒരുത്തനാണ് ഇനി അമ്മ ഭരിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അത് വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അമ്മയുടെ നക്ഷത്രഫലം രാശി വെച്ച് നോക്കിയപ്പോൾ കണ്ടകശനിയിലെ രാഹുവിൻ്റെ എന്താ പറയുക അപഹാരമാണ് എന്ന് തോന്നുന്നു. കുട്ടിച്ചോറാക്കും ഈ ഇലക്ഷനോടെ അമ്മ എന്ന് എനിക്ക് തോന്നുന്നു. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, ദേവൻ, രവീന്ദ്രൻ, ജഗദീഷ്, ശ്വേതമേനൻ 6 പേരാണ് മോഹൻലാൽ ഇരുന്ന ആ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്, ശ്വേതമേനൻ. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, ആശ അരവിന്ദ്, രവീന്ദ്രൻ, ലക്ഷ്മിപ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ, നാസർ ലത്തീഫ് എന്നിവരാണ് വൈസ് പ്രസിഡന്റാവും മത്സരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ, ബാബുരാജ്, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ എന്നിവർ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിക്കുന്നു. അനൂപ് ചന്ദ്രൻ, വിനു മോഹൻ, രവീന്ദ്രൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, സരയു, ബാബുരാജ്, ലക്ഷ്മിപ്രിയ, ആശ അരവിന്ദ്, സുരേഷ് കൃഷ്ണ, ജയൻ ചേർത്തല, ഉണ്ണി ശിവപാൽ, അൻസിബ എന്നിവർ ജോയിന്റ് സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിക്കുന്നു. അനൂപ് ചന്ദ്രൻ, വിനു മോഹൻ, ഉണ്ണി ശിവപാൽ, ടിനി ടോം, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ, സുരേഷ് കൃഷ്ണ, കൈലാസ് എന്നിവർ ട്രഷററാവാൻ മത്സരിക്കുന്നു. ഇവരിൽ ഏതാണ്ട് എല്ലാ പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി മത്സരിക്കുന്നു. കാരണം ഇതിലൊന്നും ജയിച്ചില്ലെങ്കിൽ എക്സിക്യൂട്ടീവിലെങ്കിലും വരാൻ വേണ്ടി ആദ്യം അമ്മയുടെ ബൈലിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഒരു സ്ഥാനത്തെ ഒരാൾ മത്സരിക്കാവൂ എന്നുള്ള നിയമം കൊണ്ടുവരണം. ഇതിപ്പോൾ ഈ അനൂപ് ചന്ദ്രനൊക്കെ എല്ലാത്തിലും മത്സരിക്കുക, രവീന്ദ്രൻ എല്ലാത്തിലും മത്സരിക്കുക. മനസ്സിലായില്ലേ? അതിൽ ഞാൻ പറയുന്നത് ഇത് ചെയ്യേണ്ടതെന്നറിയോ, ഈ ഒന്നിലധികം പോസ്റ്റിൽ നിൽക്കുന്നവരെല്ലാവരെയും ജയിപ്പിക്കണം. അപ്പോൾ ഒന്ന് രാജിവെക്കുമ്പോൾ വീണ്ടും ഇലക്ഷൻ ആവില്ലേ? എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നിയമ ഭേദഗതി വരുത്തണം ജനറൽ ബോഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസിഡൻ്റ് ആയില്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്, അതിന് പറ്റിയില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, അത് നടന്നില്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി, ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ട്രഷറർ ആവാം. ഇനി അഥവാ ഇതൊന്നും കിട്ടിയില്ല വീണ്ടും പ്രശ്നമാവുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആവുക എന്നത് നാണം കെട്ട പണിയാണ് എന്ന് ഞാൻ പറയും. ഒന്നിലും ജയിക്കില്ല എന്ന് തോന്നുന്നവരായിരിക്കണം എല്ലാത്തിലും കയറി മത്സരിക്കുന്നത്. ജഗദീഷും നവ്യ നായരും അടക്കം ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഒരു പോസ്റ്റിൽ മത്സരിക്കുന്നത്. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 5 പോസ്റ്റിലും മത്സരിക്കുന്നവരെ ഒന്നുകിൽ 5ലും ജയിപ്പിക്കണം അല്ലെങ്കിൽ 5ലും തോൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിടയിലെ ഒരു കോമഡി പറയാം. പ്രസിഡന്റ് ആകാനായിട്ട് സർവ്വതാ യോഗ്യനായ ജോയി മാത്യു സാറ് മത്സരിക്കാൻ തീരുമാനിച്ചു. അപേക്ഷാ ഫോം കൂട്ടുകാരെ ഏൽപ്പിച്ചു പൂരിപ്പിക്കാൻ. അവർ പൂരിപ്പിച്ചു, ഭരണാധികാരി തള്ളി. കാരണം പൂരിപ്പിക്കേണ്ടതൊന്നും പൂരിപ്പിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ബുദ്ധിജീവി ആയതിനാൽ ജോയി മാത്യു ഈ കൂട്ടുകാരന്മാരെ അറിയാതെ മറ്റൊരു പണി ചെയ്തിരുന്നു. എന്താ പറയുക, കമ്മിറ്റി മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറെങ്കിലും ആയാൽ മതി എന്ന് പറഞ്ഞ ഫോം അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ സ്വയം തന്നെ പൂരിപ്പിച്ചു കൊടുത്തു. അത് സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം മത്സരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. പ്രസിഡൻ്റ് ആവാൻ ഇരുന്നതാണ്. ആലോചിച്ചൊക്കെ ഇപ്പോൾ എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ ഈ അപേക്ഷ പൂരിപ്പിച്ച ആളുകൾ തന്നെ കോട്ടയം നസീറിനും ഇതുപോലെ പൂരിപ്പിച്ച് നൽകി തള്ളിച്ച പാർട്ടികളാണ്. കഴിഞ്ഞ തവണ കോട്ടയം നസീറിൻ്റെ ഫോമും എമാരി തന്നെയാണ് പൂരിപ്പിച്ച് പുറത്താക്കി. ഇത്തവണ ജോയി മാത്യുവിനെ പൂരിപ്പിച്ച് പുറത്താക്കി. അമ്മയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറിയുമായി ഏതൊക്കെ മഹാരഥന്മാർ ഇരുന്ന സീറ്റിനെയാണ് കടിപിടി കൂടുന്നതെന്ന്, അല്ലെങ്കിൽ കടിപിടി കൂടാൻ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോട്ട് ചെയ്യാൻ പോകുന്നവർ ഇക്കാര്യം ഓർക്കുന്നത് അമ്മയുടെ നിലനിൽപ്പിനായി നല്ലതായിരിക്കുമെന്ന് എനിക്ക് പറയാനുണ്ട്. ഇതിലപ്പുറം പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. കൂതറ മത്സരമാണ് നടക്കാൻ പോകണമെന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സംഘടനയുടെ കെട്ടുറപ്പിനെയാണ് ഇത് നശിപ്പിക്കുന്നത്. 74 പേരൊക്കെ മത്സരിക്കാമെന്ന് ആ ബാലറ്റ് പേപ്പറിൻ്റെ നീളം ആലോചിച്ച് നോക്കി. ഇതാണ് അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് ഇന്ന് വരെയുള്ള സംഭവം പറയാനുള്ളത്. അടുത്ത കഥ, നാണം കെട്ട് പണം മുടക്കിയാൽ പണം കൊടുത്ത് നാണം വാങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഈ ആധുനിക കാലഘട്ടത്തിലുണ്ട്. നനച്ചിരിക്കാതെ ലക്ഷങ്ങളും കോടികളുടെയും ഉടമയായി മാറുമ്പോൾ വന്നു കയറിയ ഭാഗ്യം കൊണ്ട് സുഭിക്ഷമായി മാന്യമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർ സിനിമയിൽ തുലോം കുറവാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്.
ഇനിയും ഇനിയും എന്ന ആർത്തി മനസ്സിലുദിക്കും. ഏതു വിധേനയും ഈ ലോകത്തെ സമ്പത്തൊക്കെ എന്നിലേക്ക് വന്നു ചേരണമെന്ന ചിന്ത മാത്രമാകും പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തിനും തുനിഞ്ഞിറങ്ങും. നാണമെല്ലാം പോകുമല്ലോ. അപ്പോൾ നാണം ഒരു പ്രശ്നമാവുകയില്ല. സിനിമയിൽ മാന്യമായി ജീവിച്ച പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ബാബു ഷാഹിർ. ഫാസിലിൻ്റെയൊക്കെ പടങ്ങൾ ചെയ്തിരുന്ന ബാബു ഷാഹിർ ഒരു സിനിമ പിടിച്ചു. 250 കോടി കളക്ട് ചെയ്ത ഒരു സിനിമ സ്വന്തം കാശിലല്ലാതെ കടം വാങ്ങി നിർമ്മിച്ചിട്ട് ചുരുങ്ങിയതൊരു 100 കോടിയെങ്കിലും നേടിയെടുത്തുവെങ്കിൽ എഗ്രിമെൻ്റ് പ്രകാരം ലാഭത്തിൻ്റെ 40% ഈ കടം തന്ന പൈസ തന്ന ആളിന് കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങലും മുൻകൂർ ജാമ്യമെടുക്കലും സ്റ്റേഷൻ ജാമ്യമെടുക്കലും 2 ദിവസം ചോദ്യം ചെയ്യലും കൊടുക്കാനുള്ള കാശ് റെഡിയാണ്, ഇനി കേസ് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്നതുമൊക്കെ ഇത് നാണമില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. കാരണം കാശ് വന്നു കഴിയുമ്പോൾ നാണം പോവും. വിശ്വസിച്ച് കടം തന്നവന് പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നാകുമ്പോൾ ഇനി ആരെങ്കിലും 10 പൈസ കടം ചോദിച്ചാൽ തരുമോ എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല. നാണം കെട്ട കോടീശ്വരന്മാരായി നടക്കാം. അതേ സംഭവിക്കുള്ളൂ. ഇപ്പം തന്നെ ഷംനാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു കേസ് കൊടുത്തു. സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. നിവിൻ പോളി ആണ് പ്രതിപട്ടികയിൽ. കൂടെ സംവിധായകനായ ഹൈബ്രിഡ് ഷൈനും രണ്ടുപേരും പ്രതിയായിരിക്കുന്നു. അതും ചെറിയ തുകയൊന്നുമല്ല. 2 കോടിക്ക് 10 ലക്ഷം രൂപ കുറവുള്ളൂ. 1,90,00,000 രൂപ പറ്റിച്ചു എന്നാണ് കേസ്. തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിരിക്കുന്നത്. നിവിൻ പോളി നായകനായി നന്നായി പൊളിഞ്ഞ മഹാവീര്യൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവും കൂടിയായിരുന്നു ഈ ഷംനാസ്. ഷംനാസിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ കാര്യം മറച്ചുവെച്ച് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ 2ാം ഭാഗം മറ്റൊരാൾക്ക് വിതരണത്തിന് കൊടുത്തത്രേ. കോടതിയുടെ നിർദ്ദേശപ്രകാരം IPC 406, 420, 34 വകുപ്പുകൾ ചേർത്താണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. മഹാവീര്യൻ ദയനീയ പരാജയമായിട്ടും പിന്നെയും നിവിൻ പോളിയുടെ പിന്നാലെ പോയത് ഷൈൻ്റെ മണ്ടത്തരം എന്ന് ഞാൻ പറയും. മഹാവീര്യൻ്റെ ദയനീയ പരാജയത്തിന് 95 ലക്ഷം രൂപ നിവിൻ പോളി മടക്കി നൽകും. ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡിൽ ഷൈൻ 1,90,00,000 രൂപ നൽകണം. ഇതെന്ത് ഇടപാട് എന്ന് എനിക്ക് മനസ്സിലാവില്ല. നഷ്ടപ്പെട്ട പടത്തിന് 95 ലക്ഷം അങ്ങോട്ട് കൊടുക്കും, പുതിയ പടത്തിന് 1,90,00,000 ഇങ്ങോട്ട് കൊടുക്കണം. ഇതൊക്കെ എന്ത് കണക്കെന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ സംവിധായകനും നിർമ്മാണ പങ്കാളിയും തെറ്റുന്നു. ദുബായിലെ ഒരു കമ്പനിക്ക് ചിത്രത്തിൻ്റെ വിതരണാവകാശം കൈമാറുന്നു. അവിടുന്ന് നിവിൻ പോളിയുടെ പോളി ജൂനിയേഴ്സിന് അവകാശമുണ്ടെന്ന കാര്യം പറഞ്ഞ് 5 കോടിക്ക് വിതരണാവകാശം വിൽക്കുന്നു. എന്നിട്ട് 2 കോടി രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നു. അപ്പോൾ ഷൈൻ കൊടുത്ത 1,90,00,000 രൂപയും ദുബായ്ക്കാരൻ കൊടുത്ത 2 കോടി രൂപയും ചേർത്ത് 10 പൈസ ചെലവിടാതെ ഒരു സിനിമ പിടിക്കാമെന്ന് പഠിച്ചതാവാം നിവിൻ പോളി. ഇപ്പോൾ വഞ്ചനാ കുറ്റത്തിന് കേസായിരിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ നാട്ടിൽ നോട്ടടിക്കാതിരുന്നെങ്കിൽ എല്ലാവരും മാന്യന്മാരായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഈ നോട്ടാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. അടുത്ത കഥ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. ലൈസ് ക്യാമറ ആക്ഷന് വാർത്തകൾ കിട്ടാൻ ഒരു പഞ്ഞവുമില്ല. എത്ര എപ്പിസോഡ് ചെയ്യാനുള്ള വാർത്ത വേണമെങ്കിൽ കിട്ടും. അതിൽ ഞാൻ തള്ളിക്കളയുന്നതാണ് ഭൂരിഭാഗവും. മോഹൻലാൽ ഞാൻ ഇനി അമ്മയിലേക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് ഒരു പീക്കറി ചെറുക്കൻ അപ്പനും മോനും കൂടി ഉണ്ടാക്കട്ടെ എന്ന് മോഹൻലാലിനെയും പ്രണവിനെയും ചേർത്ത് വഷളത്തരം പറഞ്ഞതിനാലാണ് എന്ന് ഞാൻ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ തെളിവ് കിട്ടാത്തതിനാൽ ആ കൂതറയുടെ പേര് ഞാൻ പറഞ്ഞില്ല. കാരണം ആ ഓഡിയോ മെസ്സേജ് എനിക്ക് തരുന്നില്ല, കേൾപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, തരുന്നില്ല. അത് തന്നിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ പേര് തന്നെ പറഞ്ഞത്. എനിക്ക് പേടിയൊന്നുമില്ല പറയാൻ. എന്നാൽ പുതിയ വാർത്ത മോഹൻലാലിനെയും പ്രണവിനെയും മാത്രമല്ല മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ അസുഖത്തെപ്പറ്റിയും ഈ വിദ്വാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുത്തൻ്റെ ശല്യം തീർന്നു എന്നാണ് ഈ ദ്രോഹി പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വാസയോഗ്യമായ ഒന്നിലധികം പേരോട് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഞാനത് പറഞ്ഞത്. ഞാൻ വെറുതെ ചുമ്മാ പറയുകയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലയാളത്തിൻ്റെ ഒരു മഹാനടനെന്ന് പറയാവുന്ന ഒരാൾക്ക് ഒരു അസുഖം വന്നപ്പോൾ ഈ പീക്കറി ചെറുക്കൻ എങ്ങനെയേ ഞാൻ പറയുള്ളൂ, ഈ അലവലാതി പറയുകയാണ് ഒരുത്തൻ്റെ ശല്യം തീർന്നു. ഇവൻ്റെ മനസ്സ് കുഷ്ഠം പിടിച്ചതല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് പറയും എനിക്ക് ഡേറ്റ് തരാത്തതുകൊണ്ട് ഞാൻ കള്ളം പറയണത്. ഞാൻ ജീവിതത്തിൽ തല പോയ കള്ളം പറയില്ല. ഈ പറഞ്ഞ 2 പേരെ പറ്റിയും പറഞ്ഞ ആഡിയോ കൈവശമുള്ളവർ അത് കേൾപ്പിച്ചു കൊടുത്തത് കേട്ട സംഘടനാ നേതാക്കളുടെ പേരുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആഡിയോ ഇപ്പം പുറത്തു വിടരുത് ഒരു കാരണവശാലും എന്ന് സംഘടനാ നേതാക്കൾ ചട്ടം കിട്ടിയ കാരണമാണ് ഈ ശബ്ദലേഖനങ്ങൾ പുറത്തു വരാത്തത്. വിടേണ്ടി വന്നാൽ
എനിക്കേ തരൂ എന്ന് എനിക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് ഒരാൾ. ആലോചിച്ച് നോക്കൂ, ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അസുഖം വന്നപ്പോൾ ഈ മന്ദബുദ്ധി ചെറുക്കൻ പറയുന്നത് ഒരുത്തൻ്റെ ശല്യം തീർന്നു എന്നാണ്. യവനെ വിശ്വസിച്ച് ഒരു പെണ്ണെങ്ങനെ അവന് താലി കെട്ടാൻ കഴുത്ത് കുനിഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവൻ ഉറക്കത്തിൽ വേണമെങ്കിൽ അവളെ ഞെരിച്ച് കൊന്നുകളയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ക്രൂരമായ മനസ്സുള്ള ഒരുത്തനാണ്, കുട്ടം പിടിച്ച മനസ്സാണ് അവൻ്റെ എന്ന് ഞാൻ പറയും. അതുപോലെ ആർക്കും ഒരു പരിഭവവും പരാതിയും പറയാൻ ഇട നൽകാതെ ഒതുങ്ങി ജീവിക്കുന്ന പ്രണവ് ഇവൻ്റെ ഒന്നും എതിരാളിയേ അല്ല. ഈ പ്രണവിൻ്റെ ഒന്നും രോമത്തിൽ തൊടാനുള്ള യോഗ്യത അവനൊന്നുമില്ല. എന്നാൽ അവനും ഇരിക്കട്ടെ രണ്ട് തെറി എന്നായാൽ എന്ത് പറയാൻ പറ്റും? ആ ഓഡിയോ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു ആ ഓഡിയോ തരുമെങ്കിൽ ഞാൻ പറയും, ഇത് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് കേൾപ്പിക്കുള്ളൂ. നിങ്ങൾക്ക് ഞാനെങ്കിൽ വൈകിയാണെങ്കിൽ ഞാനത് കേൾപ്പിച്ച് തരാം. ഞാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുമോ ഇല്ലേ എന്ന്. മമ്മൂട്ടി 2 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ട് കൊക്കോകോളയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ എഗ്രിമെൻ്റ് വെച്ചു. അവരുടെ ബ്രാൻഡ് അംബാസഡറും ആവും. അപ്പോൾ മമ്മൂട്ടി കൊക്കോകോളയുടെ പരസ്യത്തിൽ വരാൻ പോകുന്ന കാര്യം കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പത്രക്കാർ പ്രതിപക്ഷ നേതാവായ സഖാവ് VS-നോട് പല ചോദ്യങ്ങളും ചോദിച്ചതിനിടയിൽ ഈ കാര്യം ചോദിച്ചു. നിങ്ങളുടെ സഹയാത്രികനായ മമ്മൂട്ടി പ്ലാച്ചിമടയിൽ വെള്ളം ചൂഷണം നടത്തുന്ന കൊക്കോകോളയുടെ ബ്രാൻഡ് അംബാസഡറാകാൻ പോകുന്നത് സഖാവ് അറിഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല. വളരെ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ എന്നൊന്നുമല്ല പറഞ്ഞത്. ഒന്നുകിൽ മമ്മൂട്ടിക്ക് കൈരളി ചാനലിൻ്റെ ചെയർമാനായി തുടരാം, ഇല്ലെങ്കിൽ കൊക്കോകോളയുടെ അംബാസഡറാകാം. പരിസ്ഥിതി നാശം വരുത്തൽ, ജലചൂഷണം, ജനജീവിതം ദുസ്സഹമാക്കൽ, ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന പ്ലാച്ചിമടയിലെ കൊക്കോകോള ബോട്ടിലിംഗ് പ്ലാന്റിനെതിരെ VS നേരിട്ട് സമരം നടത്തുന്ന കാലത്താണ് അതേ കമ്പനിയുടെ അംബാസഡറാകാൻ മമ്മൂട്ടി തയ്യാറായത്. VS-ൻ്റെ ഈ പറഞ്ഞ ഒരു ഡയലോഗിലൂടെ മമ്മൂട്ടി തീരുമാനം ഉപേക്ഷിച്ചു. കോള കമ്പനിയുമായിട്ടുള്ള ബ്രാൻഡ് അംബാസഡറാകാമെന്നുള്ള എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തു. കാശിന് വേണ്ടി ഏത് കൂതറ കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡറാകാനും അഭിഞ്ഞ പരസ്യങ്ങളിൽ അഭിനയിക്കാനും നമ്മുടെ ഭൂരിപക്ഷ സിനിമാ താരങ്ങൾക്കും ഒരു മടിയുമില്ലാത്ത കാലമാണിപ്പോൾ. നസീർ സാറൊക്കെ അന്നത്തെ കാലത്തൊക്കെ പരസ്യം ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ ഉണ്ടാക്കായിരുന്നില്ലേ? പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ താരങ്ങളെല്ലാം സിനിമ അഭിനയത്തിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ കൂതറ അഭിഞ്ഞ പരസ്യങ്ങളിൽ അഭിനയിക്കാമോ എന്നാണ് ചിന്തിക്കുന്നത്. ആദർശം പറയുന്ന നമ്മുടെ ശ്രീനിവാസൻ പോലും പരസ്യങ്ങളിൽ അഭിനയിക്കുകയും പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങളെ കളിയാക്കി സിനിമയെ എടുത്തിട്ടുള്ള ആളാണ്. 2 വള്ളത്തിൽ കാലി കിട്ടിയ ആളാണ് ശ്രീനിവാസൻ. സിനിമാ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് ഉദയനാണ് താരത്തിൽ എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി പരസ്യത്തിൽ അഭിനയിച്ചു. പറയുന്ന കോടികൾ തരാം. ഞങ്ങളുടെ എള്ളെണ്ണയെപ്പറ്റി ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് പോകാത്ത രജനീകാന്തും ഏത് കൂതറ പരസ്യത്തിൽ അഭിനയിക്കുന്ന അമിതാഭ് ബച്ചനും നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്നു. പറയുന്ന കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞു. 30 കോടികൾ 50 കോടികൾ തരാം, ഞങ്ങളുടെ എണ്ണയെപ്പറ്റി ഒന്ന് പറയാം, അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല എണ്ണയെക്കുറിച്ചാണ്. രജനീകാന്ത് പറഞ്ഞു, നോ, ഞാൻ എൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ വഞ്ചിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരസ്യത്തിൽ പിന്മാറി. പക്ഷേ അമിതാഭ് ബച്ചൻ ഏത് പരസ്യത്തിലും കയറി അഭിനയിക്കും. നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും എത്ര പരസ്യത്തിൽ ഇതേവരെ അഭിനയിച്ചു എന്ന് അവർക്ക് പോലും പറയാനാവുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ അക്കൗണ്ടൻറ്റ് സനലിനും ചിലപ്പോൾ പറയാനാവും ഇവരെല്ലാം എത്ര പരസ്യത്തിൽ വീതം അഭിനയിച്ചത്. ഒരു ബ്രാൻഡ് അംബാസഡർ പദവി ഏറ്റെടുത്തതിലാണ് ദിലീപിന് സ്വന്തം കുടുംബം പോലും നഷ്ടമായതെന്നും ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നു. അയാൾ ആ തുണിക്കടയുടെയും സ്വർണ്ണക്കടയുടെയും ബ്രാൻഡ് അംബാസഡർ ആകാതിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളുടെ ദാമ്പത്യ ജീവിതം തകരില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാൻ വന്നത്, മോഹൻലാൽ പുതിയൊരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു. നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിലെ ജോർജ് സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തില്ലേ നമ്മുടെ പ്രകാശ് വർമ്മ, അദ്ദേഹം ഒരു വലിയ ഇന്ത്യ കണ്ട വലിയ പരസ്യ ആഡുകൾ ചെയ്യുന്നവരിലെ ഒരാളാണല്ലോ. അദ്ദേഹം ഒരു ജൂവലറിക്കായി ചെയ്ത രസകരമായൊരു പരസ്യത്തിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ പെട്ടാൽ ചമ്മുന്ന സ്വഭാവ രീതിയാണ് മോഹൻലാലിൻ്റേത്. അപ്പോഴൊരു സ്ത്രൈണഭാവമാണ് ഈ മനുഷ്യൻ്റെ മുഖത്തും ശരീരഭാഷയിലും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന് ഷൈ ആവും പുള്ളി, ഒന്ന് ചുരുങ്ങും. നമ്മൾ നരല്ല നായകൻ നിൽക്കുമ്പോഴൊന്നും അല്ല നിൽക്കുന്നത്, 6 തമ്പുരാൻ നിൽക്കുമ്പോഴല്ല നിൽക്കുന്നത്. ഈ ആൾക്കൂട്ടത്തിൽപ്പെട്ട അയാളൊന്ന് ചെറുതാവും. വാൻസ്മേര എന്ന് പറഞ്ഞ ഒരു പുതിയ ജുവലറിയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ മോഹൻലാൽ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് കടന്നു വരുന്നതും
അവിടെ ഇരുന്ന് രസകരമായ ഒരു നെക്ലേസ്, അതിൽ അദ്ദേഹം ആകർഷനാവുന്നു. ആ നെക്ലേസിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതും എടുത്തുകൊണ്ട് പോയിട്ട് അകത്തൊരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ആഭരണം ധരിച്ച് വികാരവിവശനായി നിൽക്കുമ്പോൾ, ഷൂട്ടിന് ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് റെഡിയായെന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ സ്റ്റോറി ബോർഡ് ഡയറക്ടറോ ആരോ ചെന്ന് പ്രകാശ് വർമ്മയോട് പറയും, നമ്മുടെ ഇതിൽ ലാൽ സാർ കാണിക്കേണ്ടിയിരുന്ന ആ നെക്ലേസ് കാണാനില്ല എന്ന് പറയും. അപ്പോൾ പ്രകാശ് വർമ്മ ഉടൻ പറയും പോലീസിൽ വിവരം അറിയിക്കാൻ പറയുന്നു, സ്റ്റുഡിയോയുടെ കഥകൾ അടയ്ക്കുന്നു, ആകെ പ്രശ്നമായി, ലൈറ്റ് ഓഫ് ആവുന്നു. അപ്പോൾ പ്രകാശ് വർമ്മ പറയാണ്, ഇനിയിപ്പോൾ ഈ നെക്ലേസ് ഇല്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞാനൊന്ന് ലാൽ സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മോഹൻലാലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മോഹൻലാൽ ആ നെക്ലേസ് ഇട്ട് നിൽക്കുകയാണ്. ഇതാണ് പരസ്യം. ഇതാണ് നല്ല രസമുള്ള സ്റ്റോറി ബോർഡാണ്. പ്രകാശ് വർമ്മ സാറേ ആ നെക്ലേസ് കാണാനില്ല, അതുകൊണ്ട് ഷൂട്ട് നടക്കില്ല എന്ന് പറയാൻ ചെല്ലുമ്പോൾ ആ നെക്ലേസ് ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഒരു വശ്യമായ ഒരു സ്ത്രൈണഭാവത്തോടെ മോഹൻലാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പരസ്യം. ഒരിക്കലും ഇങ്ങനെ ഒരു പരസ്യം എടുക്കുന്ന സംവിധായകൻ അതിൽ അഭിനയിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? പ്രകാശ് വർമ്മ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മോഹൻലാലിനെ നെക്ലേസ് ഇട്ട് നിൽക്കുന്ന മോഹൻലാലിനെ കാണുന്നിടത്താണ് ഈ പരസ്യം അവസാനിക്കുന്നത്. ആഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ാം തീയതി കോഴിക്കോട്ടാണ് മോഹൻലാൽ ഈ പറയുന്ന വിൻസ്മേര എന്ന് പറഞ്ഞ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതായാലും പ്രകാശ് വർമ്മ നന്നായിട്ട് ആ പരസ്യം ചെയ്തു. അടുത്ത കഥ അതിനേക്കാളും രസകരമാണ്. ആ കഥയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പാത്രമറിഞ്ഞ് ഫിഷ ഇടണമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പാത്രം അറിയാതെ ഫിഷ ഇടാറ്. ഇവിടെ പലരും പാത്രമറിയാതെയാണ് ഫിഷ ഇടുന്നത്. എവിടെയെങ്കിലും ഒരാൾ ചത്താൽ, ഒരാൾക്ക് അപകടം പറ്റിയാൽ, ഒരാൾ ആത്മഹത്യ ചെയ്താൽ ക്യാമറ കൂട്ടങ്ങൾ വെട്ടുകിളികളെ പോലെ അവിടെ ചെന്ന് കൂടും. അപ്പോൾ അവിടെ നിന്ന് ചിലത് പ്രഖ്യാപിക്കും, ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യുമെന്നൊക്കെ. മിക്കവാറും അവിടെ തീരും ആരംഭ ശൂരത്വം എന്ന് പറയാം. വെള്ളപ്പൊക്ക കാലത്ത് ഞാനൊരു ദിവസം പത്രം നോക്കിയപ്പോൾ ഒരു ഫോട്ടോയും ഒരു കുറിപ്പും കണ്ടേ. മുഖ്യമന്ത്രി പിണറായി വിജയന് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതാണ് ഫോട്ടോ. താഴെ കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിശയം തോന്നി എനിക്ക്. കാരണം ഇയാൾക്ക് 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനുള്ള ലെവലിലൊക്കെ ആയോ എന്ന് ഞാൻ സംശയിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരുടെയും സുഹൃത്തായ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. ഇങ്ങനെ മറ്റേ ആൾ 10 ലക്ഷം രൂപ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് ഇതിനൊക്കെ ഉള്ള പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ മനുഷ്യൻ പറഞ്ഞത്, എടാ അവൻ CM-നെയും പറ്റിച്ചതാണ്. ചെക്കല്ലേ കൊടുത്തുള്ളൂ, അതിൽ കാശ് വേണ്ടല്ലോ. 7 നിലയിൽ ചെക്ക് പൊട്ടി. പല ആവർത്തി പലതരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചെക്ക് മടങ്ങിയ കാര്യം വിളിച്ചു പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല, മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്തതാണ്. വെറുതെ മുഖ്യമന്ത്രിയുടെ മുമ്പ് വന്നൊരു ഫോട്ടോ എടുക്കാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് പിണറായി പോലും ഇപ്പോഴും അറിഞ്ഞിരിക്കില്ല. അങ്ങനെയുള്ള നാടാണ് ഇവിടെ. ഇവിടെ പറയുന്നത് അതൊന്നുമല്ല. ഒരു മിമിക്രി കലാകാരൻ കൊല്ലം സുധി കാർ അപകടത്തിൽ മരിക്കുന്നു. നല്ല പയ്യനായിരുന്നു. സുധിയുടെ ഭാര്യയും, അവർ 2ാം ഘട്ടമാണ് രണ്ടുപേരുടെയും. സുധിയുടെയും 2ാം ഘട്ടമാണ്. ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണുമ്പിള്ളയുടെ കല്യാണം 2ാമത്താണ്. 2 കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു. സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഇപ്പോൾ ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ചു ആൺകുട്ടി. 24 ക്ഷീണ്ടെന്നായി ചാടി ഇറങ്ങുന്നു. ഇവർ അനാഥരാകില്ല, ഞങ്ങൾ വീട് വെച്ച് നൽകും. സുധിയുടെ ഭാര്യയ്ക്ക് 24-ൽ പണിയും കൊടുക്കും. നിങ്ങൾ വീട് വയ്ക്കണ്ട, ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമൂട് പിന്നാലെ വരുന്നു. അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു. ഒരു പള്ളിയിലച്ഛൻ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി, 8-10 സെൻറ്റ്. ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി. അപ്പോഴാണ് മറുനാടൻ സാജൻ ചാടി ഇറങ്ങുന്നത്. ഈ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം 1.5 ലക്ഷമോ 2 ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധിയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആൽബത്തിൽ അഭിനയിക്കൽ, ടെലിഫിലിമിൽ അഭിനയിക്കൽ, സിനിമയിൽ അഭിനയിക്കൽ, ഗൾഫ് യാത്ര, അഭിമുഖങ്ങൾ, മഞ്ജു ഭാര്യയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ. മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് മഞ്ജു ചേച്ചിയെ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല, എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഈ വെട്ടുകിളികളെ പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലോ, ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്തൊരു ചെറുക്കൻ അവിടെ പുറത്ത് അവനിവിടെ
3 പിള്ളേരാറ്റം ഉള്ളതാണ്. ഇനി എവളാറ്റെ പിടിച്ച് കെട്ടിക്കളയോ എന്ന് എനിക്കാണോടാ. ആ രേണുസുതി എന്ത് പറയുന്നു, നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ്, നിങ്ങളുടെ തലയിൽ വിഗാണോ, ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു, മനോഹരമായി ഇരിക്കുന്നല്ലോ, മഞ്ജു വാര്യരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഇവരൊരു 1-1.5 ആളായി എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അതാ വരുന്നു അതുവരെ പിക്ചറിലില്ലാത്ത ഒരു തന്ത, ഇവരുടെ തന്ത എന്നാണ് പറയുന്നത്. പുറകെ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറേ കുട്ടികളും. ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ട് ഓടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു. അവനെ ആനിമേഷനൊക്കെ 24 ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ആ കുട്ടിക്ക് 24-ൽ ഒരു ജോലി കൊടുക്കും, അവൻ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ. യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണമെന്നേ. എവിടെ പോയാലും ഒരു 25 യൂട്യൂബർമാർ പിന്നാലെ. കൊച്ചിയിലെ ഒരു പുളുന്താൻ ചെറുക്കൻ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു. ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന 2-3 ഇല്ല അലവലാദികൾ, അതിലൊരുത്തൻ ഇവളെ നായകനായിട്ട് അഭിനയിച്ചു. ആലോചിച്ച് നോക്കിയാൽ ഈ പെണ്ണിൻ്റെ ഒരു ഗതികേട്. ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു ഉമ്മം കൊടുത്തു. ഇടി ഇവളൊരു അടി കൊടുക്കുന്നു. ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്നത് ഇങ്ങനെ മുഖത്തേക്ക് കുത്തിപ്പിടിച്ച് മതിൽ കൊണ്ട് ചേർത്ത് നിർത്തി ചേർക്കുക. അപ്പോൾ ജഗതി ആക്കുമ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു ഇടി. ഇടി മാറ്റുണ്ട്. എന്നാലും അവൻ വിചാരിച്ച് എവക്കിട്ടൊരു ഉമ്മം കൊടുക്കാൻ പറ്റിയല്ലോ. സ്ഥലം സൗജന്യമായി കൊടുത്ത പള്ളിയിലച്ഛൻ ഇതിനിടയിൽ ഒരു വാചകം അടിച്ചു, ഈ സ്ഥലം ഞാൻ കൊടുത്തത് സുധിയുടെ 2 മക്കൾക്ക് നൽകിയതാണ് എന്ന് അദ്ദേഹം അടിച്ചു. തൻ്റെ സ്ഥലം ആർക്ക് വേണോടോ എന്നായി പള്ളിയിലച്ഛനോട് ഈ പെണ്ണുപിള്ള. അപ്പോൾ അതാ വരുന്നു വീട് വെച്ച് നൽകിയ ആൾ. ചോർന്നൊലിക്കുന്ന വീട് വെച്ച് തന്ന് ഞങ്ങളെ പറ്റിച്ചു അല്ലടാ നീ എന്ന് അയാളോട്. അപ്പം പിന്നെ മതിൽ കെട്ടിക്കൊടുത്ത മറുനാട ഷാജനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അവനാര് മറുനാട ഷാജൻ കടുവയെ കിടുവ പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറുനാട ഷാജനെ പറ്റി ചോദിക്കുകയാണ്. അവനാര്? ഒരു യൂട്യൂബർ. എന്നെ വരട്ടാൻ അവനാര്? അവൻ പിണറായിക്ക് വരട്ടിയാൽ മതി. എന്നെ വരട്ടിയാൽ അവൻ വേറെ പറയും അവൻ ഒരു യൂട്യൂബർ എന്ന് വന്ന് നടക്കണം. അവര് എന്നെ വരട്ടാൻ എന്നൊക്കെ പറഞ്ഞു കുറേ തെറി ഈ പെണ്ണുമ്പിള്ള. പിറകെ അതിൻ്റെ തന്ത ഷാജൻ ബേസ്മെൻറ്റ് കരിങ്കല്ല് കൊണ്ട് കെട്ടാതെ സിമൻറ്റ് കെട്ടോട്ട് മതിൽ കെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ്. അതായത് ആലോചിച്ച് നോക്കൂ, 2 ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ. ഇങ്ങനെ എന്താ പറയുക, തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ്. ഇതിനിടയിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും. ഈ സുധി മരിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും. ആ ക്ലെയിം 4 ആയിട്ട് ഭാഗിക്കണം എന്നാണ് പറയുന്നത്. സുധിയുടെ അമ്മയ്ക്ക്, സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന്, ഈ 2ാം ഭാര്യയ്ക്ക്, 2ാം ഭാര്യയിലുള്ള കുട്ടിക്ക് 4 പേർക്കാണ് വീതിക്കേണ്ടത്. പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണുപിള്ള പറയണത്. എന്നിട്ട് ആ പുതിയ വെച്ചുകൊടുത്ത സൗജന്യമായി വെച്ചുകൊടുത്ത വീടിൻ്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു. ഇതിനെല്ലാം കൂടെ വാരി പുല്ല് സ്ഥലം മെനക്കെടുത്താൻ വെച്ചേക്കണമെന്ന് പറഞ്ഞൊരു ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിലിട്ടിരിക്കുക. എന്നിട്ട് ഇവക്ക് കിട്ടിയ 2-3 ഉണക്ക ഷീൽഡെടുത്ത് അവിടെയൊക്കെ വെച്ചേക്കുന്നു. ഇത് ഈ യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയല്ലേ, എനിക്ക് സുധിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ജാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടി ഇട്ടേക്കണം. പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അയ്യോ പുറഞ്ചം തെറി പറയുകയാണ് നാട്ടുകാരൻ മുഴുവൻ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും കെട്ടിയൊന്നും അല്ലാതെ നീയാണോടാ താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത്. ചോദിച്ച് എന്താ പറയുക, ഒരു പരുവമാക്കുന്നു അവർക്കെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ആക്കെങ്കിലും ഈ ചെറുക്കനെ വളർത്തണമെങ്കിൽ ഇതിനെ എടുത്തോന്നാണ് പറഞ്ഞത്. ഏത് സുധി 2ാമത് കല്യാണം കഴിച്ച് എവക്ക് ഉണ്ടായ കുട്ടിയില്ലേ, അതിനെയും വേണമെങ്കിൽ ആക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇവള് പോയി ഒരു മഞ്ജുവാരരായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നുകളയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പട്ടിണിക്കിട്ടൊക്കെ വേണമെങ്കിൽ കൊന്നുകളയും. പോലീസ് അത് അന്വേഷിക്കണം, ഓർക്കണം, അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം, അല്ലെങ്കിൽ യൂട്യൂബർമാർ നോക്കിക്കൊള്ളണമെന്ന് ഞാൻ പറയും. കാരണം തരുമ്പ് പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല. ഇതിനിടയ്ക്ക് സിന്ധു പറയുന്നത് കേട്ടു, ആ ആദ്യ ഭാര്യയിലുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിനകത്ത് കിടക്കുന്ന കൊച്ചിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി എവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്ത് മധുരം മിഠായിയോ ലഡുവോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ട് അവൻ പോയി. അയ്യോ, ഈ കൊച്ചുകുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം. കാരണം ഒരു ബാധ്യതയായി വരില്ലേ ഈ പയ്യൻ. ഇനിയിപ്പോൾ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി മഞ്ജു ചേച്ചിയായിട്ട് വരുമ്പോൾ വേറൊരുത്തൻ ഏതെങ്കിലും ഒരു പേങ്ങം വന്ന് വീഴും കെട്ടായി. അപ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയാവും. ഈ അവളുടെ തന്തയെ കണ്ടിട്ട് ഈ കുട്ടിയെ നോക്കുമെന്ന് തോന്നില്ല. അയ്യോ എൻ്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല. അനാഥ കുട്ടിയായിട്ട് ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു ആ കൊച്ച്. ഇങ്ങനെ എന്താ പറയുക, കൈ കിട്ടുന്നവന്മാരെയൊക്കെ പുറഞ്ചം തോന്നുന്നതൊക്കെ വിളിച്ച് കൂട്ടുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്ണുപിള്ളയുടെ. ഇനിയിപ്പോൾ നമ്മളത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, ആ ശാന്തിയുള്ള ദിനേശ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അവൻ ആര് പട്ടി, അവൻ എന്നെ പറയാം, അവൻ ആര്, ഒരു യൂട്യൂബറല്ലേ.
ഇവൻ്റെ ചിലവാണ് ഞാൻ കഴിയുന്നത് ചിലപ്പോൾ എന്നെയും പറയാം. എനിക്ക് പേടിയുണ്ട് സത്യത്തിൽ ഈ പെണ്ണുമ്പിള്ളയെക്കുറിച്ച്. 24 ചാനൽ ഒരു ജോലിയും പുല്ലും നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ തേയ് എന്ന് അലക്കുകയാണ് ഈ പെണ്ണുപിള്ള. ഇതിനപ്പുറം എന്താ പറയുക? ഒരു സ്റ്റോറി ചെയ്യുമെന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിലിടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം മറുനാടൻ ഷാജന വരെ തെറി വിളിച്ചവളാവുമ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കളെയൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് സ്ത്രീയല്ലേ, സ്ത്രീപക്ഷ സർക്കാരല്ലേ ഭരിക്കണേ. ചെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഇണ്ടാസ് പോവും. നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു ആത്മഹത്യാ ഭീഷണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും വേണമെങ്കിൽ. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും. ഇവനെ പൊക്കി അകത്തിടൂ, കമ്മ്യൂണിസ്റ്റുകാരനൊന്നും നോക്കണ്ട, പൊക്കി അകത്തിടൂ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് പേടിയുമുണ്ട്. എന്തായാലും മറുനാടൻ ഷാജനെ സഹായിച്ചതിൻ്റെ പേരിൽ വിളിക്കുന്ന അവഹേളനം കേൾക്കുമ്പോൾ എനിക്കും പേടിയുണ്ട്, എന്നെയും ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇതിലപ്പുറം എന്ത് പറയാനല്ലേ? ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച മലയാള സിനിമാ രംഗത്ത് നടന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട ദിവസം ആകുന്നേ ഉള്ളൂ. ചിത്രം തെളിയട്ടെ, അതിൻ്റെ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.